ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനും പ്രതിയും കൂടെ ബത്തേരിക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എപ്പോൾ നോക്കിയാലും ബത്തേരി മാത്രമേ പോകുന്നുള്ളൂ എന്ന്. അപ്പോൾ എന്ത് ചെയ്യാനാണ് ഗായ്സ്, നമ്മുടെ സിറ്റുവേഷൻ ബത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ വന്നതാണ്. പ്രതിയുടെ അച്ഛൻ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ആദ്യം അമ്മേനെ തപ്പിയത്, അവരുടെ വാർഡ് തപ്പി നമ്മൾ കുറേ നേരം അലഞ്ഞായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ലാസ്റ്റ് കണ്ടുപിടിച്ചു, അവരോട് കുറേ നേരം വർത്തമാനം പറഞ്ഞു. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് നേരെ നമ്മൾ പോയത് ട്രെൻഡ്സിലേക്കാണ്. അപ്പോൾ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നു ജസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം പോയതാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 ഡ്രസ്സുകൾ ട്രയൽ ചെയ്ത് നോക്കി. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഡ്രസ്സുകൾ കാണിക്കുക. ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇങ്ങനെ കാണുന്ന പോലെയല്ല, നല്ല കംഫർട്ടാണ്, നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് വാങ്ങണം എന്ന് വിചാരിച്ച് വന്നതല്ല, പക്ഷേ എനിക്ക് അങ്ങനെ വിചാരിച്ച് വരുന്ന ദിവസങ്ങളിലാണ് എനിക്ക് നല്ല ഡ്രസ്സുകൾ അല്ലെങ്കിൽ നല്ല കളക്ഷൻ കിട്ടുക. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു സ്പെക്സ് വാങ്ങാമെന്ന് കരുതിയിട്ട് ഒരു ഷോപ്പിലേക്ക് കയറി. അപ്പോൾ ഞാൻ 2-3 അതും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിലെനിക്ക് അവിടുത്തെ വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പ്രതി ഈ സ്പെക്സ് എടുത്തു. പിന്നെ ഞാൻ വേറെ ഷോപ്പിൽ നിന്നാണ് ഒരു സ്പെക്സ് വാങ്ങിയത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം കാണുന്നു. പക്ഷേ എൻ്റെ ഫേസിന് ചേരുന്നത് എനിക്ക് അങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന്. പിന്നെ വേറെ ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടോ. പിന്നെ നമ്മൾ പോയത് പ്രതിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്കാണ്. നമുക്ക് ലൊക്കേഷനൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചുമ്മാ പോയതാട്ടോ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്ക് അവിടുന്ന് 2 ചോട്ടാ ഫ്രണ്ട്സിനെ കിട്ടി. ഞാൻ കരുതി എന്നോടൊന്നും മിണ്ടില്ലായിരിക്കും, എന്നെ പരിചയമൊന്നുമില്ലല്ലോ. ഭയങ്കര കൂട്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ. ഇവളും ഉണ്ട്, പിന്നെ ഇവളുടെ ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. അവൾ ഭയങ്കര കൂട്ടായിരുന്നു എൻ്റെ അടുത്ത്. എന്നോട് പോകണ്ട, വീട്ടിൽ നിന്ന് പോകണ്ടെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സമയം ഫുള്ള് നമ്മൾ പിള്ളേരുടെ കൂടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് വൈബ് ചെയ്ത് നിന്നു. അവർക്കൊരു ബോറടി ഇല്ലാണ്ട് നമ്മളവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു, ഞാനും പ്രതിയും കൂടെ. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളെ. ഇവളാണ് അദ്വൈതയും പിന്നെ മറ്റേ ചെറുതെന്ന് പറയുന്നത് നിതാരയും ആണ് പേര് അവരുടെ. അപ്പം എന്തായാലും അവരുടെ കൂടെ കുറേ നേരം കളിച്ചു. പിന്നെ ചേച്ചി നമുക്ക് ലൈമും പിന്നെ അവിടെ സ്നാക്കൊക്കെ നമുക്ക് എടുത്ത് തന്നു. അപ്പോൾ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് പോകാമെന്ന് പറഞ്ഞാണ് ഞങ്ങളോട്. പിന്നെ ഞങ്ങൾ ഇല്ല പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗായ്സ്. ടാറ്റാ, ബൈ ബൈ.